ബ്രൗൺസ്കാർ ഡിസ്ട്രിബ്യൂട്ടറായി പ്രവർത്തനം ആരംഭിച്ച ഞാൻ ഇപ്പോൾ ടൈറ്റാനിയം മെമ്പറാണ് ഈ ഫൊഹോവെ ഫാമിലിയിൽ. ഒപ്പം കമ്പനിയുടെ ഡയമണ്ട് റാങ്ക് അച്ചീവറുമായിട്ട് എത്തി നിൽക്കുന്നു. അതിശക്തമായി ഫൊഹോവെ ബിസിനസ് കെട്ടിപ്പടുത്തുയർന്ന ഒരു തീവ്ര ശ്രമത്തിലാണ് ഞാൻ ഇന്ന്. കാരണം ഈ കമ്പനി വിതരണം ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അത് മാത്രമല്ല, ഇതിലെ ബിസിനസ് പ്ലാൻ നമ്മുടെ എല്ലാം സഹോദരങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നൽകുന്നതിന് ഏറെ പര്യാപ്തവുമാണ് എന്ന് ഞാൻ അത് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ തേടുന്നവര്, അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ലക്ഷ്യമിടുന്നവര്, അങ്ങനെയുള്ള ഏവർക്കും അനുയോജ്യമായ ഒരു പ്ലാറ്റ്ഫോമാണ് ഫൊഹോവെ ബിസിനസ്. അപ്പോൾ ഈ ബിസിനസ് നമ്മൾക്ക് എങ്ങനെ വർക്കൗട്ട് ആക്കാം എന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമിക അവതരണം അതാണ് നിങ്ങൾക്ക് ഈ സൂം സെഷനിലൂടെ ലഭിക്കുന്നത്. ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഇന്ന് ഈ കമ്പനിയിൽ 3 സ്റ്റാർ ഡയറക്ടർ പദവിയിലുള്ള ശ്രീ ജോഷി കെ വർഗീസ് സാറാണ്. കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ സാറ് ഫൊഹോവെ ബിസിനസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഫൊഹോവെ ലീഡേഴ്സിന്റെ മെന്ററും മോട്ടിവേറ്ററുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സർ. വെൽക്കം ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി മലയാളം സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം. എൻ്റെ വോയിസ് സ്ക്രീനെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്നെ വെൽക്കം ചെയ്ത സണ്ണി സാറിന് ആദ്യമായി നന്ദി പറയുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായി പവർഫുള്ളായി സാർ എന്നെ വെൽക്കം ചെയ്തിരിക്കുന്നു. താങ്ക് യു സർ. സോ ഫ്രണ്ട്സ്, നമുക്ക് സെഷനിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മുടെ ഫൊഹോവയുടെ എല്ലാ ഞായറാഴ്ചയും ഈ സമയത്ത് നമ്മുടെ സെഷൻസ് ഉണ്ടാവാറുണ്ട്. ഓരോ ലീഡേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സെഷൻ അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് എൻ്റെ ടൈമാണ്. സോ ഇന്നത്തെ ഈ സെഷനിലൂടെ നമുക്ക് കുറെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. പുതിയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു ബിസിനസ് അവസരമായിരിക്കും ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ റിക്വസ്റ്റ്, നിങ്ങളുടെ ആരോ ഒരാൾ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾ ഈ സെഷനിൽ കണക്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു 30 to 40 മിനിറ്റ്സ് നിങ്ങളുടെ ഫുൾ ഇൻവോൾവ്മെന്റ് ഈ ഒരു സെഷനിൽ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ഈ ഒരു വിലപ്പെട്ട സമയം നമ്മൾ പാഴാക്കി കളയരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക്, എന്തെങ്കിലും ഒരു ലൈറ്റ്നിങ് ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മറിയാനായിട്ട് അത് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ ഈ മീറ്റിംഗിൽ ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സോ ഞാനിവിടെ സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണ്. യെസ്, മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കമ്പനിയുടെ പേര് ഫൊഹോവെ എന്നാണ്. ആദ്യം തന്നെ ഫൊഹോവെ പ്രസന്റേഷൻ എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. ഈ കമ്പനി 2007 മോസ്കോ, റഷ്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. കമ്പനി 2015 ടിയാൻജിനിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ അവരുടെ സർവീസ് ഏകദേശം 6 വർഷത്തിന് മേലെയായി സ്റ്റാർട്ട് ചെയ്തിട്ട്. 2020 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 2026 നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 6 വർഷം കമ്പനി ഇന്ത്യയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടർ ബിൽഡിങ്ങും മറ്റുമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതൊരു ഹൈടെക് ബയോടെക്നോളജി കമ്പനിയാണ്. ആയുർവേദ, TCM ആൻഡ് ബയോടെക്നോളജി കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ കമ്പനിയാണ് ഫൊഹോവെ. ഹൈടെക് ബയോടെക്നോളജി ഹെൽത്ത് കെയർ കമ്പനി എന്ന് പറയാം. ഇത് നമ്മുടെ കമ്പനിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് റിസർച്ച് സെന്റർ ആണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സ്ഥലങ്ങളെല്ലാം നേരിട്ട് പോയി കണ്ടിട്ടുള്ള ആളാണ് ഞാനും, അതുപോലെ നമ്മുടെ ഒരുപാട് ലീഡേഴ്സും. ഇത് കമ്പനിയുടെ അനേകം മറ്റ് കൺട്രീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളാണ്. കമ്പനി ഈ നിലവിൽ 32ഓളം രാജ്യങ്ങളിൽ കമ്പനി നേരിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ 32 രാജ്യങ്ങളിലേക്കും വേണ്ട സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഒരു കമ്പനി രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് മറ്റു കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം കൃത്യമായി ഗവൺമെന്റുകളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഫൊഹോവയുടേത്. ഇനി ഏതൊരു കമ്പനി ആയാലും ഏതൊരു സിസ്റ്റം ആയാലും നമുക്കറിയാം അതിന്റെ പുറകിൽ ഒരു വിഷണറി ലീഡേഴ്ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വളർച്ച ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ കമ്പനിയെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ബാക്ക് ബോൺസ് എന്ന് പറയാം നമ്മുടെ ഈ 4 വ്യക്തികൾ. അതായത് നമ്മുടെ ചെയർമാൻ ഹാൻ ജിമിങ്,
വൈസ് ചെയർമാൻ, നമ്മുടെ ജനറൽ മാനേജർ, അതേപോലെ നമ്മുടെ നാഷണൽ സെയിൽസ് ഹെഡ് മിസ്റ്റർ സേതുരാമൻ സാർ. സേതുരാമൻ സാറിന് ഓൾമോസ്റ്റ് പഴയ ലീഡേഴ്സിന് എല്ലാവർക്കും തന്നെ അറിയാം. വളരെ വിഷണറീസ് ആയിട്ടുള്ള ലീഡേഴ്സാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ കമ്പനി ലോകമെട്ടുക്കും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് നോക്കി കഴിഞ്ഞാൽ 2020 ഇന്ത്യയിൽ DLF ടവർ ജസോള എന്ന് പറയുന്ന സ്ഥലത്ത് ഡൽഹിയിലാണ് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ. ഇന്നേക്ക് 6 വർഷം റണ്ണിംഗ് ആണ്. ഇവിടെ കമ്പനിയുടെ ഫ്രാഞ്ചൈസികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 35ഓളം ഫ്രാഞ്ചൈസി സ്റ്റോഴ്സ് ഇന്ന് നിലവിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളായിട്ട് ഫോഹോവയ്ക്കുണ്ട്. കേരളത്തിൽ പ്രധാനമായും നമ്മുടെ കണ്ണൂരിൽ ഹോളി കെയർ, കാലിക്കറ്റ് നാച്ചുറൽ ഫ്രാഞ്ചൈസി, അതുപോലെ MPR അസോസിയേറ്റ് ട്രിവാൻഡ്രം, ഈ 3 ആക്റ്റീവ് ഫ്രാഞ്ചൈസീസ് ആണ് നമുക്ക് കേരളത്തിൽ നിലവിലായിട്ടുള്ളത്. സോ നമുക്കുള്ള സർവീസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഫ്രാഞ്ചൈസികൾ മുഖാന്തരം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ധാരാളം വെൽനസ് സെന്ററുകൾ പാൻ ഇന്ത്യ ലെവൽ, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് വെൽനസിന്റെ ഒരു ട്രെൻഡിങ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോകുന്നതിൽ നല്ലത് വെൽനസ് സെന്ററിലേക്ക് പോയി നമ്മുടെ ആരോഗ്യം മറ്റു ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ഒരു മുൻകരുതൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രിവെൻഷൻ എടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ജനങ്ങൾക്ക് വളരെ ബോധ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല വെൽനസ് സെന്ററുകളും പല റോഡുകളിലും പല സ്ട്രീറ്റുകളിലും ധാരാളം വെൽനസ് സെന്ററുകൾ വരുന്നുണ്ട്. അപ്പോൾ ഫോഹോവെ ഒരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വെൽനസ് സെന്റർ കോൺസെപ്റ്റുകളും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതാണ്. സോ ഇനി നമ്മുടെ പ്രോഡക്റ്റ് സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ബാസ്ക്കറ്റിൽ 19ഓളം പ്രൊഡക്റ്റുകളാണുള്ളത്. അതിൽ നമുക്ക് പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ഉണ്ട്, 8ഓളം പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ഉണ്ട്. ആ പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദിനനിത്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ പ്രൊഡക്റ്റിലാതെ നമുക്ക് ഒരു കമ്പനിയുടെ മറ്റൊരു കമ്പനിയുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുള്ളൂ. അതാണ് നമ്മൾ എസെൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയും. അങ്ങനത്തെ പ്രോഡക്റ്റുകളാണ് ഈ 8ഓളം പ്രോഡക്റ്റ്. അതായത് നമ്മുടെ സോപ്പ് ഉണ്ട്, വളരെ ഹെർബൽ ആയിട്ടുള്ള മിൽക്കി സോപ്പ് എന്ന് പറയും. ഈ സോപ്പ് അവൈലബിൾ ആണ്. അതുപോലെ 10ഓളം ആയുർവേദ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ടൂത്ത് ജെല്ലുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ കെയർ ഷാംപൂ വിത്ത് കണ്ടീഷണർ ഉണ്ട്. ബോഡി ലോഷൻ വിത്ത് SPF 30 ഉണ്ട്. അതുപോലെ നമ്മുടെ ഫേസ് വാഷ് ഉണ്ട്, നീം, തുളസി, അലോവേറ, ഹണി, ഇതുപോലുള്ള ഹെർബൽ പ്രൊഡക്റ്റ് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫേസ് വാഷ്. അതുപോലെ നമ്മുടെ ഡോർ ഓപ്പൺ പ്രോഡക്റ്റ് എന്ന് പറയാൻ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻ. ഈ സാനിറ്ററി നാപ്കിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇന്നത്തെ നമ്മളെ സൂം സെഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുന്നു. പുതിയ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ആരാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെടുക. ഈ സാനിറ്ററി നാപ്കിന്റെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം സ്ത്രീകൾ ഗൈനിക് സംബന്ധമായ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. മൈ ഡിഫറൻസ്, അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഗൈനിക് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് റിസർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ മെയിൻ റീസൺ അവർ ഇന്ന് നിലവിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത സാനിറ്ററി നാപ്കിന്റെ യൂസേജ് കൊണ്ടാണെന്ന് WHO വരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോഹോവയെ സംബന്ധിച്ച് ഫോഹോവ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്യുവർ കോട്ടണിൽ നിർമ്മിച്ച സാനിറ്ററി നാപ്കിൻ വിത്ത് ടെക്നോളജി. ആ ടെക്നോളജി എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ഡയറക്റ്റ് ഡെമോ കാണണം. കാരണം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ലോ, ദാറ്റ് ഈസ് സെക്കൻഡറി. ബട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീ ജനങ്ങളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ, നിങ്ങളുടെ സഹോദരിമാരെ, നിങ്ങളുടെ ഭാര്യയൊക്കെ നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തണമെങ്കിൽ, ഈ രോഗവിമുക്തരാക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണണം. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇനി അല്ല, നിങ്ങൾ വിളിച്ച ആള്, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുമായിട്ട് ഇരുന്ന് നേരിട്ട് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ കാണണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. സോ ഇതൊരു ബ്യൂട്ടിഫുൾ ഐ ഓപ്പണിംഗ് പ്രോഡക്റ്റ് ആയിരിക്കും. അടുത്തത് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫുഡ് സപ്ലിമെന്റ് നമ്മൾ ധാരാളം കാണാറുണ്ട്. പക്ഷെ ഫുഡ് സപ്ലിമെന്റിന്റെ ഉപയോഗം വളരെ നിർബന്ധമായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മുടെ ശരീരത്തിൽ ഏജ് ആകുന്നതിനനുസരിച്ച് പല ന്യൂട്രീഷ്യൻസും കുറവ് കൊണ്ടും മറ്റും പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ രോഗങ്ങളിലേക്ക് ചെന്ന് വീഴുന്നത്. അപ്പൊ അതിനെ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഫുഡ് സപ്ലിമെന്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എടുത്ത് മതിയാവും. അങ്ങനെ നമ്മുടെ അടുത്ത് 7ഓളം ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറി പ്രൊഡക്ട്സ് ഉണ്ട്. അതിലൊന്നാണ് കാൽമാക്സ്. ഇതിൽ കാൽസ്യം, അയൺ, സിങ്ക്, ഈസ്റ്റിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അടുത്തത് ലിവർ റെഡി, ലിവർ ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റാണ് ലിവർ റെഡി എന്ന പ്രൊഡക്റ്റ്.
അടുത്തത് നമുക്ക് സ്റ്റാമിന, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് അല്ലെങ്കിൽ എനർജി, സെക്ഷൽ വീക്ക്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പവർ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സി ബക്ട്രോൺ എന്ന് പറയുന്ന ഒരു അത്ഭുതമായ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം. ഇതിനകത്ത് omega 3, omega 6, omega 7 ആൻഡ് omega 9 ഇത്രയും പ്രോഡക്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഡെയിലി കൺസ്യൂം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം, നിങ്ങളുടെ സ്കിന്നിന്റെ ആരോഗ്യം, നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം, ഇതൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം 190ഓളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ സിബക്ത്രോൺ. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ആർട്ടിക്കിൾസ് കാണാനായിട്ട് സാധിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന, നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സിബക്ത്രോൺ. അതുപോലെ തന്നെ നമുക്കറിയാം ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു അസുഖം ഇന്ന് എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞു. പണ്ടത്തെ പോലെ അല്ല. അപ്പൊ ആ രോഗത്തെ നമ്മൾ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താം. ഇനി അല്ല, ഡയബറ്റിക് ഉള്ളവർക്ക് അവർക്ക് മറ്റ് ഡയബറ്റിക് സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാൻ, പ്രോബ്ലംസ് വരാതിരിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കും. ഇതിന്റെ പേരാണ് ഡയബറ്റീസി. ഇത് ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റിക് ഉള്ളവർക്കും നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇത് വെറും നാച്ചുറൽ ഹെർബ്സ് ആയിട്ടുള്ള നെല്ലിക്ക, ഞാവല്, അതുപോലെ പാവയ്ക്ക, ഇങ്ങനെയുള്ള ഒരു 10-11 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ആയുർവേദിക് പ്രൊപ്പറേറ്ററി മെഡിസിൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ പൗഡർ. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. യാതൊരുവിധ ഗ്ലൂക്കോജനോ അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റെറോയിഡോ അങ്ങനെയൊന്നും അടങ്ങിയിട്ടില്ല. 80% പെർ സെർവില് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. പ്രോട്ടീൻ ആഡ് ആയിട്ടുണ്ട്. സോ വളരെ പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ പൗഡറാണ്. നാച്ചുറൽ സ്വീറ്റ്നർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആർക്കോണിൽ കൺസ്യൂം ചെയ്യാം. അതുപോലെ മീൽ റീപ്ലേസ്മെന്റ്, ഫുൾ ഓഫ് റിച്ച് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് മീൽ സ്കിപ്പ് ചെയ്ത് അതിന് പകരം ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാം, വെയിറ്റ് കുറയ്ക്കാം, വെയിറ്റ് ബാലൻസ് ചെയ്യാം, നിങ്ങളുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാം. ഇതിൽ ധാരാളം പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് അടങ്ങിയിട്ടുണ്ട്. ഇത് റെഗുലർ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവും. സോ വെജിറ്റേറിയൻ ആണ്, മാംഗോ ഫ്ലേവറിലാണുള്ളത്. ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ സപ്ലിമെന്റ് കാറ്റഗറിയിലുള്ളത്. അപ്പൊ ഈ 7ഓളം സപ്ലിമെന്റ് പ്രോഡക്റ്റ് ആണ് നമുക്കുള്ളത്. ഇനിയാണ് നമ്മൾ മെയിൻ സെഗ്മെന്റിലേക്ക് വരുന്നത്, നമ്മുടെ വെൽനസ് എക്യുപ്മെന്റ്സ്. സോ വെൽനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ആരോഗ്യപരമായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല മെഷീനറീസും പല സംഭവങ്ങളാണ് വെൽനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇവിടെ 4ഓളം ഡിവൈസുകളാണ് വെൽനസിൽ ഫോഹോവെ നമുക്ക് ഇതുവരെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം പ്രോഡക്റ്റ് കമ്പനിയിലുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ 4 പ്രോഡക്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ സൂപ്പർ സ്റ്റാർ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം നമ്മുടെ പോർട്ടബിൾ മാജിക് ഡിവൈസ്. ഇതിൽ 4ൽ അധികം തെറാപ്പികൾ ചെയ്യാൻ സാധിക്കും. മെയിൻ ആയിട്ട് 4 ഫംഗ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ടെൻസ് തെറാപ്പി. ഈ ടെൻസ് തെറാപ്പി ഉപയോഗിച്ച് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്ക് വളരെ ആരോഗ്യപരമായിട്ടിരിക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള നെർവസ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ ശരീരം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ ആക്റ്റീവാക്കി വെക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ചെയ്യാനായിട്ട് നമുക്കിവിടെ 3 തരത്തിൽ നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒന്ന് ഗ്ലൗസ് ഉപയോഗിച്ച് ബോഡി ഫുൾ മസാജ് ചെയ്യാം. ഡിവൈസിൽ നിന്ന് നേരിട്ട് നമുക്ക് മസാജ് ചെയ്യാം. അതുപോലെ തന്നെ പാച്ചസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് പെയിൻ മാനേജ്മെന്റിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഡിവൈസാണ്. സോ ഇതിന്റെ മറ്റു ഫംഗ്ഷൻസ് ആണ് ഇവിടെ. നിങ്ങൾക്ക് വെച്ച് ഫേഷ്യൽ ചെയ്യാം, ഫുൾ ബോഡി മസാജ് ചെയ്യാം, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച്. അടുത്ത് വന്ന് കപ്പിംഗ് തെറാപ്പി എന്ന് പറയും. ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തെറാപ്പിയാണ് കപ്പിംഗ് തെറാപ്പി. അതായത് നമ്മുടെ ശരീരത്തിനെ നെഗറ്റീവ് പ്രഷർ കൊണ്ട് ഡീടോക്സ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക. സോ ഇത് നിങ്ങൾക്ക് കപ്പിംഗ് സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ ഓരോരോ പോയിന്റിൽ നിങ്ങൾക്ക് 100 rupees തൊട്ട് 5,000 rupees ഒക്കെ ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം അവരുടെ സെറ്റപ്പിനനുസരിച്ച് അവർ ചാർജ് ചെയ്യും. ഇവിടെ നമ്മുടെ ഡിവൈസ് ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട്, ഇതിന് നിങ്ങൾ ഡോക്ടർ ആണെന്നോ റോക്കറ്റ് സയൻസ് പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ നിങ്ങൾക്ക് ഇത് ഓൺ ഓഫ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്യാനായിരിക്കും. യാതൊരു വിധത്തിൽ ഹാംഫുൾ അല്ല. കാരണം അത്രയും ക്ലിനിക്കൽ സ്റ്റഡീസും മറ്റും കാര്യങ്ങൾ കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് കോമൺ ആളുകൾ, സാധാരണക്കാർ ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് ഈ ഡിവൈസിനെ കമ്പനി ഡിസൈൻ ചെയ്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പല രീതിയിലുള്ള തെറാപ്പികൾ ചെയ്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൽ ഹീറ്റ് തെറാപ്പി ഉണ്ട്. നമ്മൾ കിഴി പിടിക്കുന്നതിന് പോലുള്ള ഒരു ഫംഗ്ഷൻ, അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ലേസർ തെറാപ്പി ഉണ്ട്. ലേസർ തെറാപ്പി ഉപയോഗിച്ച് നമുക്ക് ENTക്ക് മൂക്ക്, കാത്, തൊണ്ട, ഇങ്ങനെ ഈ 3 ഇതിനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കാതിൽ ടിനിറ്റിസ് പ്രോബ്ലം ഉണ്ട്, ഇയർ ബാലൻസ് കേസസ് ഉണ്ട്. എനിക്കറിയാം ഇയർ ബാലൻസ് ഉള്ള ആളുകൾ, വളരെയധികം ആളുകൾ സഫർ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അവർക്ക് വളരെ സിമ്പിളായിട്ട് ഈ ലേസർ തെറാപ്പി കൊണ്ട് ഈ ഇയർ ബാലൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മൂക്കിൽ ദശ വളരുക, സൈനസ് പ്രോബ്ലം, ബ്രീത്തിങ് കൺജഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലം, ഇതിനൊക്കെ നമുക്ക് ലേസർ ഉപയോഗിച്ച് മൂക്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ത്രോട്ട് ഇൻഫെക്ഷൻ ലേസറിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ENTക്ക് നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ഒരു പാക്കേജ് ആയിട്ട് ഈ ഒരു ലേസർ തെറാപ്പി ഈ ഡിവൈസിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇനി കപ്പിംഗ് തെറാപ്പി ചെയ്യുന്ന ചില സെലിബ്രിറ്റീസിനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിൽ നമ്മുടെ വിരാട് കോഹ്ലി, അതുപോലെ ആ, ഈ ജാക്കി ഷെറോഫിന്റെ മകൻ ടൈഗർ ഷെറോഫ്, റോക്ക്, റെസ്ലിംഗ് സ്റ്റാർ റോക്ക്, മൈക്കിൾ ഫെലിപ്സ്, ഇവരൊക്കെ കപ്പിംഗ് തെറാപ്പി ഉപയോഗിക്കുന്ന മാർക്കും കാണാൻ സാധിക്കും. അത്രയ്ക്കും ഫേമസ് ആണ് ഈ തെറാപ്പി എന്ന് കാണിക്കാനാണ് ഈ സെലിബ്രിറ്റീസിന്റെ പിക്ചർ ഇവിടെ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജിക്ക്, ഈ ഒരു ഡിവൈസിലെ ടെക്നോളജിക്ക് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 2004 ഡിസംബറിൽ നമുക്ക് ഗോൾഡൻ ടെക്നോളജി അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ GM ബ്രെൻഡ് യാങ് അത് റിസീവ് ചെയ്യുന്ന ഫോട്ടോ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ US നിന്ന് അങ്ങനെ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ അതിന്റെ ടെക്നോളജിയുടെ ഒരു മഹത്വം നിങ്ങൾ മനസ്സിലാക്കാം. അടുത്തത് നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ബ്ലഡ് സർക്കുലേറ്റീവ് മസാജർ അല്ലെങ്കിൽ BCM Pro. നമുക്ക് ഇന്ന് വളരെയധികം കണ്ടുവരുന്ന, ഇന്ത്യയിൽ ഏറ്റവും അധികം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒബേസിറ്റി, അതായത് പൊണ്ണത്തടി. സോ അതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാനടക്കം. സോ ഇതിന്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ട വിധത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാതെയും അല്ലെങ്കിൽ ആ ഹെൽത്ത് നോളജ് ഇല്ലാതെയും നമ്മൾ ഇത്രയും കാലം ജീവിച്ചതിന്റെ ഒരു ഭവിഷ്യത്താണ്. പക്ഷെ ഇതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഡിവൈസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. നിങ്ങൾ എങ്ങനെ ജീവിതത്തിന്റെ ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോണും ഫ്രിഡ്ജും TVയും വാഷിംഗ് മെഷീനൊക്കെ ആക്കിയിട്ടുണ്ടോ, അതിലൊക്കെ ഉപരി അതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻസ് ഈ ഡിവൈസുകൾ കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഇവിടെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കണം. നിങ്ങൾ ഇതൊരു 15 ദിവസം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ 24 മണിക്കൂറിനേക്ക് ആവശ്യമായ ബ്ലഡ് സർക്കുലേഷന്റെ പ്രോബ്ലംസ് ഏതാണ്ട് ഇത് ശരിയാക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സയന്റിഫിക് വേർഷൻ. അതായത് 7500 RPM-ൽ സെൻട്രിഫ്യൂഗൽ വൈബ്രേഷനിൽ ഈ ഡിവൈസ് വർക്ക് ചെയ്യുകയും നിങ്ങളുടെ ശരീരത്തിലേക്ക് മൈക്രോ സർക്കുലേഷനെ ഫുൾഫിൽ ചെയ്യുകയും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വെളിയെ വരാനായിട്ട് സാധിക്കും. കാരണം പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും, ഫിസിക്കൽ മൂവ്മെന്റ്സ്, മൊബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ആ മൊബിലിറ്റി കൂട്ടാനും അല്ലെങ്കിൽ നമുക്ക് പ്രായമായ ആളുകൾക്ക് ബ്ലഡ് സർക്കുലേഷന്റെ കുറവുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഈ ഡിവൈസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഉപയോഗിക്കേണ്ട വിധമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് ആംഗിൾ ഉപയോഗിക്കാം. ഇത് ഇന്ന് നമ്മുടെ ധാരാളം വെൽനസ് സെന്ററുകളിലും വീടുകളിലും ആളുകൾ ഉപയോഗിച്ച് ദിനനിത്യം ഉപയോഗിച്ച് വളരെയധികം റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റീവ് മസാജ്. അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൻടോങ് ഡിവൈസ് പ്രോ ആണ്. ഇത് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി അടങ്ങിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ മലയാളത്തിൽ നീർക്കെട്ട് എന്ന് പറയും. അപ്പൊ ഈ നീർക്കെട്ട് ഉള്ളതുകൊണ്ടാണ് പല പ്രശ്നങ്ങളുടെയും തുടക്കം. അപ്പോൾ നമുക്കറിയാം ആയുർവേദത്തിലായാലും അലോപ്പതിയായാലും ഈ നീർക്കെട്ട് ഒഴിവാക്കാനായിട്ടുള്ള പല ടെക്നോളജിയും ഈ നമ്മുടെ സ്റ്റീം ബാത്ത്, കിഴി പിടിക്കുക, ഇങ്ങനെയുള്ള പല ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ ബയോടെക്നോളജി കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഡിവൈസ് 4 തെറാപ്പികൾ ഒറ്റ ഡിവൈസിൽ ചെയ്യാം, ഇൻക്ലൂഡിങ് തെർമൽ തെറാപ്പി. അപ്പം TCM അല്ലെങ്കിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നീർക്കെട്ട് ഒഴിവാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് തെറാപ്പിയാണ് ഈ തെർമൽ തെറാപ്പി. അപ്പൊ ഈ തെർമൽ തെറാപ്പി നമ്മൾ ഈ ഡിവൈസിൽ കാല് വെച്ച് കാലിന്റെ അടിയിൽ ഇതിൽ ലൂബ്രിക്കേഷൻ അപ്ലൈ ചെയ്തിട്ട് കാല് ഇതിന്റെ മേലെ വെച്ച് തെർമൽ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ തെറാപ്പി ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവും. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കാലിനടിയിൽ 66 അക്യുപ്രഷർ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് ഹീറ്റ് ചെയ്യുകയും ശരീരത്തിലെ ഉള്ളംകാല് മുതൽ നെറുന്തല വരെ ആ തെർമൽ എനർജി പാസ് ചെയ്യും. എവിടെയാണോ നീർക്കെട്ടുള്ളത് ആ ഭാഗത്ത് വെള്ളം പുറത്തേക്ക് വേർപ്പ് രൂപത്തിൽ പുറത്തേക്ക് ചാടുകയും ചെയ്യും. സോ ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്, വളരെ റിസൾട്ട് ഓറിയന്റഡ് ആണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്തുള്ള നമ്മുടെ സെന്ററുകളിൽ പോയി നമ്മുടെ ഫ്രാഞ്ചൈസികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡറെ ബന്ധപ്പെടുക, ഇതിനെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യുക. ഇനി ഇതിലുള്ള മറ്റൊരു ഫംഗ്ഷനാണ് റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് തെറാപ്പി. ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അതായത് സൗന്ദര്യ മേഖലയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് തെറാപ്പി. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ പോലും മനസ്സിലാവും. അതായത് ഡെർമറ്റോളജിസ്റ്റ്, ആസ്തെറ്റിക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റുകളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് തെറാപ്പി. ഈ റെഡ് ലൈറ്റ് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ പ്രൊഡക്ഷൻ കൂടുകയും അത് സ്കിന്നിനും അതുപോലെ ജോയിന്റ്സിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ബ്ലൂ ലൈറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജസ്, സെൽസിന്റെ ഡാമേജസ് റിപ്പയർ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ബ്ലൂ ലൈറ്റ് തെറാപ്പി. ഇതിന് പുറത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിന് ഈ റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ക്യാബിൻ യൂസ് ചെയ്യുന്നതിന് 10,000 രൂപ വരെ ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാർ ഇൻഫ്രാറെഡ്
ഹീറ്റിംഗ് ബെൽറ്റ് ആണ്. ഈ ഫാർ ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്കിൻ, ഫാറ്റ് ആൻഡ് മസിൽസ്, ഈ 3 ലെയറിലേക്കും ഫാർ ഇൻഫ്രാറെഡ് ഹീറ്റ് കടന്നു ചെന്ന് അവിടുത്തെ മെറ്റബോളിസത്തെ റെഡിയാക്കുകയും അവിടുത്തെ സർക്കുലേഷൻ കൂട്ടുകയും സോ ആ ഏരിയയിലുള്ള പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്യും. ഈ 3ാമത്തെ ഫംഗ്ഷൻ. 4ാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ ഫംഗ്ഷൻ ആണ്. അതായത് ഈ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിലെ എയർ പ്യൂരിഫിക്കേഷൻ ആവും. ആ എയർ പ്യൂരിഫിക്കേഷൻ മൂലം നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഇൻടേക്ക് കിട്ടുകയും കറക്റ്റായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എക്സീൽ ആവുകയും ചെയ്യും. സോ നമ്മുടെ ബ്ലഡ് ഫംഗ്ഷൻ കറക്റ്റായിട്ട് നടക്കും. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഈ ഒരു ഡിവൈസ്. സോ അപ്പൊ ഇതും നമ്മൾ കൃത്യമായി ഇത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുകളുടെ കൂടെ പോയി ഇതിന്റെ ഫങ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ബ്യൂട്ടി മനസ്സിലാവും. നിങ്ങളുടെ എന്താ പറയാ, ബയോളജിക്കൽ ഏജിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഡിവൈസ് ആണ്. ലോഞ്ചിവിറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണെന്ന് പറയാൻ പറ്റും. ഇതിന്റെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളാണ്. ഇത് ആർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് ആളുകൾക്കും ഇത് ആവശ്യമാണ് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ. 4ാമത്തെ നമ്മുടെ ഡിവൈസ് ആണ് മാഗ്നറ്റിക് വാട്ടർ ഡിവൈസ്. അതായത് മാഗ്നറ്റിക് വാട്ടർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. കേട്ടിട്ടില്ലെങ്കിൽ കേട്ടുള്ള മാഗ്നറ്റിക് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ കാന്തിക വലയത്തെ കടത്തിവിടുക എന്നുള്ളതാണ്. സോ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ സ്ട്രക്ചർ ചെറുതാക്കുകയും മോളിക്യൂൾസിനെ, ക്ലസ്റ്ററിനെ പൊട്ടിച്ച് അതിനെ സിംഗിൾ മോളിക്യൂളാക്കി മാറ്റുകയും സെല്ലുകളുടെ അകത്തേക്ക് വെള്ളം ഈസിയായി കടക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ഡിവൈസിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു ആഡ് ഓൺ ആയിട്ട് മറ്റൊരു ഫംഗ്ഷൻ കൂടെ തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹ്യൂമൻ റെസൊണൻസ്. ഹ്യൂമൻ റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഫ്രീക്വൻസിയാണ്. 7.83 മെഗാ ഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയിലാണ് നമ്മുടെ ബ്രെയിൻ അനുസരിക്കുക, അതായത് ബ്രെയിനിനെ കമന്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി ഈ ഡിവൈസിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലായാലും ഓഫീസിലായാലും ഒരു 10 മീറ്റർ അല്ലെങ്കിൽ 30 ഫീറ്റ് റേഡിയസിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് വളരെയധികം എന്താ പറയാ, കാമായിട്ട് നമ്മുടെ മൈൻഡ് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആ ഫ്രീക്വൻസി കൊണ്ട് സാധിക്കും. ഓക്കെ, ഒരു മെസ്സേജ് ഉണ്ട്. സാധാരണ ഗതിയിൽ കപ്പിംഗ് തെറാപ്പി ലാൻസെറ്റ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കി രക്തമെടുക്കാറുണ്ട്. ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത് ആ വിധത്തിൽ തന്നെയാണോ? തീർച്ചയായും അല്ല. അത് നമ്മൾ വെറ്റ് കപ്പിംഗ് എന്ന് പറയും. അതായത് അശുദ്ധമായ ബ്ലഡിനെ സർജിക്കൽ നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് ബ്ലഡ് പുറത്തെടുക്കും. അത് സർജിക്കൽ ലൈസൻസ് ഉള്ളവരെ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഡ്രൈ കപ്പിംഗ് എന്നാണ് പറയുക. ഇത് നമുക്ക് ബ്ലഡ് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ഈ തെറാപ്പിക്ക് ശേഷം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡൈല്യൂട്ടായി പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. ഡ്രൈ കപ്പിംഗ് എന്നാണ് പറയാം. ഓക്കെ, താങ്ക് യു. ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് നന്ദി. സോ അടുത്തത് ഇത്രയൊക്കെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇതിപ്പോ നമ്മൾ ഏതാണ് 19ഓളം പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റുകളൊക്കെ വെച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഓക്കെ, ഈ പ്രോഡക്റ്റ് മേടിച്ച് നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെച്ച് നമുക്ക് ബിസിനസ് ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റുള്ളവർ പ്രൊമോട്ട് ചെയ്യാം. പല വിധത്തിൽ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പം നമുക്ക് നോക്കാം ഈ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലാണ് പറയുന്നത്, 170 രൂപ മുതൽ 1,70,000 രൂപ വരെയുള്ള പ്രോഡക്റ്റ് നമ്മുടെ ബാസ്ക്കറ്റിലുണ്ട്, നമ്മുടെ ലിസ്റ്റിലുണ്ട്. 170 രൂപ സ്റ്റാർട്ട് ചെയ്യും, 1,70,000 വരെയുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഇത് നമുക്ക് സെൽഫ് യൂസ് ആയിട്ട് മേടിക്കാം. നമ്മൾ സെൽഫ് യൂസ് മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നമുക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുക്കണമെങ്കിൽ ഇവിടെ 6,800 മുതൽ 3,40,000 രൂപ വരെയുള്ള ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണം. ഇനി എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഇതിൽ പ്രൊഡക്റ്റ് നല്ലതാണ്, ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നു, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പോവാണ്, അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് വേണം. അതിനും കൂടെ 6,800 രൂപ മുതൽ 3,40,000 വരെയുള്ള ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങളൊരു ട്രഡീഷണൽ രീതിയിൽ ഇതൊരു ബിസിനസ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെൽനസ് സെന്ററുകൾ ഓപ്പൺ ചെയ്യാനുള്ള, വെൽനസ് സെന്ററുകൾ നമ്മുടെ എക്യുപ്മെന്റ്സും പ്രൊഡക്ട്സും വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്കുണ്ട്. അതിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 3 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് കാണുന്നത്. കാരണം നമ്മുടെ എക്യുപ്മെന്റ്സ്, പിന്നെ നിങ്ങളെ സെറ്റപ്പ്, അതായത് നമുക്കറിയാം സ്പാ, വെൽനസ് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ ഒക്കെ സെറ്റപ്പിനനുസരിച്ചാണ് നമ്മൾ ചാർജ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മൾ ചാർജ് ചെയ്യുന്ന BCMന് 200 റുപ്പീസ്, PMD 500 റുപ്പീസ്, വെൻടോങ് 1000 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സെന്ററിൽ ചാർജ് ചെയ്യുന്ന റേറ്റ് ആണ്. മറ്റു സെന്ററുകളിൽ 100 റുപ്പീസ് ചാർജ് ചെയ്യുന്നവരുണ്ട്, 500 റുപ്പീസ് ചാർജ് ചെയ്യുന്നവരുണ്ട് BCMന്. അപ്പൊ ഓരോ ആ ഏരിയയ്ക്കും സെറ്റപ്പിനനുസരിച്ച് അത് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് അവരവരുടെ ബിസിനസ് ടാക്ടിക്സ് പോലെ, അല്ലെങ്കിൽ ആ ഏരിയയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതാക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ 3 lakhs to 10 lakhs ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെൽനസ് സെന്റർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്.
ഇനി ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ആവുക, ഈ ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് കണക്ട്? സെൽഫ് യൂസ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് ആണെങ്കിലും ഇനി വെൽനസ് സെന്റർ ആണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ KYC രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ KYC രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ പാൻ കാർഡ്, ഇമെയിൽ ID, ആധാർ കാർഡ്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ ഇത്രയും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിലൊരു ID രജിസ്റ്റർ ആവും. ആ ഒരു ID രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ തന്നെ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ ലഭിക്കാൻ തുടങ്ങുന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ സിസ്റ്റമാണ് ഇതിലുള്ളത്. ഒരു കമ്പനിയിലും നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരില്ല. പക്ഷെ ഇവിടെ ഫോഹോവേ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് 20% ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അടുത്തത് നിങ്ങൾക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ഒരു ഭാഗമായി മാറി. അതായത് നിങ്ങൾ ഫോഹോവയുടെ ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ ബിസിനസ് ചാനൽ പാർട്ണറായി മാറി എന്നുള്ളതാണ്. ഓക്കെ, ഇനി വെൽനസ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ച് താല്പര്യമുള്ള ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നിർബന്ധമായി നമ്മുടെ എക്യുപ്മെന്റ്സ് ഒന്നോ അതിലധികം വെക്കേണ്ടി വരും. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പാ സെറ്റപ്പ്, ഒരു വെൽനസ് സെറ്റപ്പ് നിങ്ങൾ ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ ഏരിയയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അതിന് ഈ പല രീതിയിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ ഫുഡ് പ്രോഡക്റ്റും അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റും പേഴ്സണൽ കെയറും നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാം. അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും സാനിറ്ററി നാപ്കിൻ, സോപ്പ്, ഷാമ്പു ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാം. റീറ്റെയിൽ വളരെയധികം പ്രോഫിറ്റ് ആണുള്ളത്. അത് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഈ വെൽനസ്സിൽ വരുന്ന ആളുകളോട്. കാരണം വെൽനസ്സിൽ ഒരാൾ വെൽനസ് സെന്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആരോഗ്യത്തോട് താല്പര്യമുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പിന്നെ അവരുടെ ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകൾ മാത്രമേ വെൽനസ്സിലേക്ക് അട്രാക്ട് ആവുള്ളൂ, വെൽനസ്സിലേക്ക് കയറുകയുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഫുഡ് സപ്ലിമെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് അവരെപ്പോഴും നല്ല സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന, വില നോക്കാതെ നല്ല സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല. അവർ നമ്മുടെ വെൽനസ് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം വാങ്ങാനും എല്ലാം ഉപയോഗിക്കാനും റെഡി ആയിരിക്കും. കാരണം അവർക്ക് അവരുടെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഒരു കാൽക്കുലേഷൻ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ റേറ്റ് വേണ്ട, മേലെ കൊടുത്തിരിക്കുന്ന റേറ്റ് വേണ്ട, സിമ്പിളായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന റേറ്റ് നിങ്ങൾ നോക്കുക. ഒരു 10 പേര് ഡെയിലി നിങ്ങളുടെ BCM ഉപയോഗിക്കണം. BCM നമ്മൾ മേലെ 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുടെ ഏരിയയിൽ ഒരു 10 പേര് ഒരു 100 രൂപ വെച്ച് ചാർജ് ചെയ്യുന്നു 15 മിനിറ്റ് യൂസ് ചെയ്യുന്നതിന്. അതേപോലെ ഒരു 5 പേര് ദിവസം ഒരു PMD യൂസ് ചെയ്യുന്നു. ഒരു 3 പേര് വെൻടോങ് ഡിവൈസ് യൂസ് ചെയ്യുന്നു വിചാരിക്കുക. സോ ഈ വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ഇതാണ്. വേറെ റീറ്റെയിലിന്റെ ഒന്നും നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല. പോലെ ഒരു 3500 ഡെയിലി നിങ്ങൾക്ക് ആ സെന്റർ ഏൺ ചെയ്യാൻ പറ്റും. ഒരു മാസം എങ്ങനെ പോയാലും അത് മാത്രം ഒരു 1,05,000 വരെ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ നിലവിലുള്ള സെന്ററുകൾ അതിലും കൂടുതൽ ധാരാളം ഏൺ ചെയ്യുന്ന സെന്ററുകളാണ് നമുക്ക് നിലവിലുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുകളായിട്ട് ബന്ധപ്പെടാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ യഥാർത്ഥ ബിസിനസ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് ഇവിടെ 6,800 മുതൽ 3,40,000 വരെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് ഉണ്ട്. 6,800 അല്ലെങ്കിൽ $80 നിങ്ങൾ ബ്രോൺസ് കാർഡ് ഡിസ്ട്രിബ്യൂട്ടർ ആവും. 21,250 നിങ്ങൾ സിൽവർ കാർഡ് ഡിസ്ട്രിബ്യൂട്ടർ ആവും. 42,500 നിങ്ങൾ ഗോൾഡ് കാർഡ് ഡിസ്ട്രിബ്യൂട്ടർ ആവും. അതുപോലെ 85,000 രൂപയ്ക്ക് നിങ്ങൾ പ്ലാറ്റിനം കാർഡ് ഡിസ്ട്രിബ്യൂട്ടർ ആവും. അതുപോലെ 3,40,000 രൂപയ്ക്ക് നിങ്ങൾ ടൈറ്റാനിയം കാർഡ് ഡിസ്ട്രിബ്യൂട്ടർ ആവും. ഈ പ്ലാറ്റിനം ആൻഡ് ടൈറ്റാനിയം കാർഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവരെ നമ്മൾ റോയൽ ക്ലബ് മെമ്പേഴ്സ് എന്നാണ് വിളിക്കുക. അവർക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. കാരണം അവർ ഏറ്റവും ടോപ്പ് ഹയർ റാങ്കിലുള്ള ആളുകളാണ്. അവർക്ക് സ്പെഷ്യൽ ബോണസും ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ നമ്മളോട് ഫൈനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഇൻകം ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. 140% റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. ടീം സെയിൽസ് ബോണസ് എന്ന് പറയുന്ന റെഫറൽ ബോണസ് 20% വീക്കിലി തരുന്നുണ്ട്. ഡെവലപ്മെന്റ് ബോണസ് 13% വീക്കിലി തരുന്നുണ്ട്. അത് ഈ 17 ലക്ഷം രൂപ വീക്കിലി ക്യാപ്പിംഗ് അടക്കം. എലൈറ്റ് ബോണസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ബോണസ് റോയൽ ക്ലബ് മെമ്പേഴ്സിന് മാത്രം, അത് 6,80,000 വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൺട്രി ബോണസ് 1% ഇന്ത്യ ടേൺ ഓവർ ലഭിക്കുന്നുണ്ട്. ടൂറിസം അവാർഡ്, കാർ അവാർഡ്, യാച്ച് അവാർഡ്, വില്ല ഫണ്ട്, ഗ്ലോബൽ ഫണ്ട്, ഇങ്ങനെ അനവധി ഇൻകം ബെനിഫിറ്റ് ഉള്ള ഒരു ബിസിനസ് പ്ലാനാണിത്. ഇതിന്റെ ഒരു സിംഗിൾ സ്ലൈഡ് എന്നാണ് ഈ കാണുന്നത്. സിംഗിൾ സ്ലൈഡാണ് നിങ്ങൾ കാണുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ് റീപർച്ചേസിൽ 140% നിങ്ങൾക്ക് ലഭിക്കും. അതായത് എല്ലാ പ്രൊഡക്റ്റും ഡിസ്ട്രിബ്യൂട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് ഒന്നിനൊന്ന് ഫ്രീ ആയിരിക്കും ലഭിക്കുക, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 140% ആയിരിക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. അതുപോലെ വെൽനസ് സെന്റർ വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 2,500 to 5,000 rupees പെർ ഡേ ഏൺ ചെയ്യാൻ പറ്റും. ഇനി നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സ്പോൺസറിംഗ് ബോണസ് 20% ഉണ്ട്, അപ് ടു 20%. മാച്ചിങ് ബോണസ് 13% ഉണ്ട്. ഫസ്റ്റ് ഇയർ ലീഡർഷിപ്പ് ബോണസ് റോയൽ ക്ലബ് മെമ്പേഴ്സിന് 6,80,000 ഉണ്ട്. സോ ഇങ്ങനെ ഒരു 3 ടൈപ്പ് വീക്ക്ലി ഇൻകം ഉണ്ട്. ക്വാർട്ടർലി ഇൻകം ഡയമണ്ട് ബോണസ് 1% ഉണ്ടാവും. ഇയർലി ഇൻകം 1 സ്റ്റാർ, 3 സ്റ്റാർ, 5 സ്റ്റാർ, 7 സ്റ്റാർ, ഇങ്ങനെ റാങ്ക് ഇൻകംസ് ഇയർലി ഉണ്ടാവും. അതുപോലെ ഫീനിക്സ് അംബാസഡർ അവാർഡും
റിവാർഡും നിങ്ങൾക്ക് ഇയർലി ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് എങ്ങനെ ചെയ്യാം? ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു കാലഘട്ടമാണ് അല്ലേ? നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലും നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഈ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ ടൈം ആയിട്ടും ഹാഫ് ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ഒക്കെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ജോലിയായിട്ട് നിങ്ങൾക്ക് ഇതൊരു പ്രൊഫഷനായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഇതിനെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് 6800 ഒരു പാക്കേജിന്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ 6800 വർത്ത് പ്രോഡക്റ്റ് മേടിക്കുന്നു. ഒരു ഡെയിലി യൂസേജ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം ഉദാഹരണത്തിന് നമുക്ക് MRP 204 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് അത് 170 രൂപയ്ക്കായിരിക്കും. 20% ഡിസ്കൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ലഭിക്കുക. അങ്ങനെ നിങ്ങൾ 6800 പ്രോഡക്റ്റ് മേടിക്കുന്നു. മേടിച്ച് നിങ്ങൾ എന്താവും? നിങ്ങൾ ഓൾറെഡി ബ്രോൺസ് കാർഡ് ഡിസ്ട്രിബ്യൂട്ടറായി. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചേഞ്ച് യുവർ ബ്രാൻഡ് ചേഞ്ച് യുവർ ഷോപ്പ് എന്നുള്ള ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക. കാരണം നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഈ പ്രോഡക്റ്റെല്ലാം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ബ്രാൻഡ് ഒന്ന് മാറ്റുന്നു, നമ്മുടെ ബ്രാൻഡ് അതിലേക്ക് ഫില്ല് ചെയ്യുന്നു, മേടിക്കുന്ന സ്ഥലം മാറ്റുന്നു, ഫോഹോവേ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നു. ഇത്ര മാത്രം വ്യത്യാസം നമ്മൾ ലൈഫിൽ ചെയ്യേണ്ടുള്ളൂ. നമുക്ക് വലിയൊരു ബിസിനസ്മാനായിട്ട് മാറാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഈ അനവധി ഓഫറുകൾ അതാത് മാസം പിന്നെ കമ്പനി കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റിൽ അറിയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ബ്രോൺസ് കാർഡിൽ നിങ്ങൾ ഈ എൻട്രി ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ബെനിഫിറ്റ് ആണ് 140%. കാരണം നിങ്ങൾ ബ്രോൺസ് കാർഡ് ആയതിനു ശേഷം ലൈഫ് ടൈം ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്താലും 1+1 ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 140% റീറ്റെയിൽ ബെനിഫിറ്റ് കിട്ടും. അതിന്റെ ഒരു ഉദാഹരണം, ഒരു ടൂത്ത് ജെല്ല് അതിന്റെ MRP 204 രൂപയാണ്. നിങ്ങൾ DPക്ക് പർച്ചേസ് ചെയ്യുന്നു 170 രൂപ കൊടുത്ത്, നിങ്ങൾക്ക് കമ്പനി 2 പീസ് തരും. ഈ 2 പീസ് നിങ്ങൾ 204 രൂപയ്ക്ക് വിൽക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ 85 രൂപ മൈനസ് ചെയ്താൽ ഒരു ടൂത്ത് ജെല്ലിൽ 119 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഇന്ന് ഏത് ബ്രാൻഡ് ടൂത്ത് ജെല്ലാണ് റീറ്റെയിൽ പ്രോഫിറ്റ് 119 രൂപ ഉള്ളത് നിങ്ങൾ നോക്കണം. അതും വേൾഡ് ക്ലാസ് ക്വാളിറ്റി. നിങ്ങൾ ഇന്ന് മാർക്കറ്റിലുള്ള ഏത് ക്വാളിറ്റി ടൂത്ത് ജെൽ വെച്ചാൽ അതിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ടൂത്ത് ജെല്ലാണ് നമ്മുടെ ഹെർബൽ പ്രോഡക്റ്റ് ആണ്. സോ ഇങ്ങനെ നമുക്ക് പല രീതിയിലും ഈ റീറ്റെയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റെഫറൽ ഇൻകത്തെ കുറിച്ചാണ്. റെഫറൽ ഇൻകം ആൻഡ് ഡെവലപ്മെന്റ് ബോണസ്. സോ ഉദാഹരണത്തിന് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം ആളുകൾ ഈ കമ്പനിയിലേക്ക് ഈ സിസ്റ്റത്തിലേക്ക് റെഫർ ചെയ്യും. അപ്പോൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് 10 മുതൽ 20% റെഫറൽ ഇൻകം ലഭിക്കുന്നുണ്ട്. അത് ഓൺ PV ബേസ്. PV എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഒരു DP പ്രൈസിന്റെ ഇത്ര ശതമാനം ആണ് എല്ലാ കമ്പനികളും PV കൊടുക്കുന്നത്. ഇവിടെ ഫോഹോവേ DP പ്രൈസിന്റെ 70 മുതൽ 80% PV കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ഫോഹോവയാണുള്ളത്. അപ് ടു 80% PV ഉണ്ട്. നമ്മൾ ആവറേജ് ആയിട്ട് 70% അവിടെ കാൽക്കുലേഷൻ എടുത്തിരിക്കുന്നത്. സോ റെഫറൽ ഇൻകം 10 മുതൽ 20%, ഡെവലപ്മെന്റ് ബോണസ് അഥവാ ബൈനറി 8 മുതൽ 13% ഇവിടെ ഉള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 6800 പ്രോഡക്റ്റ് മേടിച്ച് ഒരു ബ്രോൺസ് കാർഡ് ഡിസ്ട്രിബ്യൂട്ടർ ആയി എന്ന് വിചാരിക്കാം. സോ ഇവിടെ നമ്മൾ ബ്രോൺസ് കാർഡ് ഡിസ്ട്രിബ്യൂട്ടർ ആയി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹവും 6800 പാക്കേജ് എടുത്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നു. അവിടെ കമ്പനി നമുക്ക് എന്ത് ചെയ്യും? 10%, അതായത് ഈ 6800 PVയുടെ 10% നമുക്ക് ബോണസ് ആയിട്ട് ലഭിക്കും. റെഫറൽ ബോണസ് ആയിട്ട് അത് 480 രൂപ ഉണ്ടാവും. ഇത് ഏകദേശ കണക്കാണ്. പ്രോഡക്റ്റിന്റെ PVയുടെ അനുസരിച്ച് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത വ്യക്തി നിങ്ങൾ ടീം ബിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു 6800. അപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് രണ്ടുപേരും നിങ്ങളുടെ ടീമിൽ വന്നു. അപ്പോൾ നിങ്ങൾക്ക് കമ്പനി എഗെയിൻ ഒരു 450 രൂപ നിങ്ങൾക്ക് റെഫറൽ ബോണസ് ആയിട്ട് തരും. കാരണം നിങ്ങൾ രണ്ടുപേരെയും റെഫർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ റെഫറൽ ബോണസ് 10% ലഭിച്ചു കഴിഞ്ഞു. കാരണം നിങ്ങൾ ഈ ബ്രോൺസ് കാർഡിലായതുകൊണ്ടാണ് ഈ 10%. നിങ്ങൾ വേറെ കാർഡിലാണെങ്കിൽ വേറെ പെർസെൻറ്റേജ് ആയിരിക്കും വരിക. ഇനി ഈ ലെഫ്റ്റും റൈറ്റും ബിസിനസ് വന്നതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യും? നിങ്ങൾക്ക് മാച്ചിങ് ബോണസ് തരും, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബോണസ് തരും. അത് 8% ഉണ്ടായിരിക്കും ബ്രോൺസ് കാർഡുകാർക്ക്. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1340 രൂപ നിങ്ങളുടെ വരുമാനം. അൾട്ടിമേറ്റ് ഇൻകം ആണ്. 6800 2 പാക്കേജ് നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞാൽ 1340 രൂപ വരുമാനം എന്നുള്ളത് വളരെ നല്ലൊരു വരുമാനമാണ്. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഓക്കെ, സോ ഇവിടെ ഇനി നിങ്ങൾ എന്താ പറയാ, 6800 ഒരു സെയിൽ ഈ ആഴ്ച വെച്ചു. നമ്മുടെ എല്ലാ ആഴ്ചയാണ് ക്ലോസിങ്. അടുത്ത ആഴ്ച ഈ 6800 സെയിൽ വന്നില്ല, ഓപ്പോസിറ്റ് സൈഡിൽ. അതിന്റെ അടുത്ത ആഴ്ചയും വന്നില്ല. അപ്പം നിങ്ങൾ സാധാരണ കമ്പനിയിൽ എന്തിനാണ് ആദ്യം വെച്ച സെയിൽ വാഷ് ഔട്ട് ആവും. പക്ഷെ ഇവിടെ ഫോയിൽ അങ്ങനെയല്ല. നിങ്ങൾ എപ്പോൾ ഓപ്പോസിറ്റ് സെയിൽ വെക്കുന്നോ അപ്പം നിങ്ങൾക്ക് പേ ഔട്ട് ലഭിക്കും. അതായത് പവർ സൈഡ്, നിങ്ങളുടെ വോളിയം ഉള്ള സൈഡ് ലൈഫ് ടൈം നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ആയിട്ട് ലഭിക്കും. സോ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം ആണ്. ഫസ്റ്റ് മന്ത്, ആദ്യത്തെ മാസം
നമ്മളിതൊരു ടാസ്ക് ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ മൈൻഡിൽ കയറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങൾ സ്വയം ബ്രോൺസ് കാർഡിലേക്ക് വരിക, 2 ബ്രോൺസ് കാർഡുകാരെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ ഇതിലേക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഫസ്റ്റ് മന്ത് നിങ്ങളുടെ ഇൻകം എത്രയായിരിക്കും? 1340 രൂപ ആയിരിക്കും. അടുത്ത മാസം അവരെ കൊണ്ട് അതേ പണി ചെയ്യിക്കുക. ഓട്ടോമാറ്റിക്കലി അവർക്ക് 1340 രൂപ വെച്ച് ലഭിക്കും. പക്ഷെ നമുക്ക് അവിടെ ഒരു 760 രൂപ മാത്രമായിരിക്കും ഇൻകം ആയിട്ട് ലഭിക്കുക. അപ്പൊ ആദ്യത്തെ മാസത്തെ ഇൻകം 1340, രണ്ടാമത്തെ മാസത്തെ ഇൻകം 760. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്ത് ബിസിനസ്സാണ്, ഇത്രയും കഷ്ടപ്പെട്ട് 2 മാസം പണിയെടുത്തിട്ട് ആകെ 2000 രൂപ നമുക്ക് വരുമാനം വന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങൾ ഒരു ബിസിനസ് മാനായിട്ട് തിങ്ക് ചെയ്യണം. ഇതൊരു ലോട്ടറി അല്ല, ഇതൊരു നറുക്കെടുപ്പല്ല, അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക മറ്റുള്ള സംഭവം. ഇത് വളരെ ക്ലീൻ ആയിട്ടുള്ള ബിസിനസ്സാണ്. ബിസിനസ്മാൻമാരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3-4 വർഷം അവർ കാത്തിരിക്കും അതിന്റെ റിട്ടേൺസ് വരാനായിട്ട്. സോ അതേ ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങളും ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഫസ്റ്റ് മന്ത് ഇൻകം വളരെ ചെറുതായിരിക്കും, സെക്കൻഡ് മന്ത് ഇൻകം വളരെ ചെറുതായിരിക്കും, മൂന്നാമത്തെ മാസം ഇൻകം 1500 രൂപയുടെ അടുത്തുണ്ടാവും. അങ്ങനെ ഓരോ മാസം നിങ്ങളുടെ ഇൻകം ഡബിളായി പോവും. 12ാമത്തെ മാസം ഇൻകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 7 ലക്ഷത്തി ചില്ലറ രൂപയായിരിക്കും നിങ്ങളുടെ ഇൻകം. നിങ്ങളുടെ ടോട്ടൽ വരുമാനം എന്ന് പറഞ്ഞാൽ 15,57,523 രൂപ. നിങ്ങൾ വെറും 6,800 പാക്കേജ് എടുത്ത് 6,800 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി ഈ റോയൽ ക്ലബ് മെമ്പേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, റോയൽ ക്ലബ് മെമ്പേഴ്സ് ആണ് ഇതേ ഒരു സംഭവം അവർ വരുന്ന പാക്കേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേ 12 മാസം കൊണ്ട് അവർക്ക് 2 മുതൽ 4.5 കോടി രൂപ വരെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ റോയൽ ക്ലബ് മെമ്പേഴ്സ് ആവാനായിട്ട് ഇപ്പം ആണെങ്കിൽ 1,02,000 രൂപ മതി, മറ്റേ 3,40,000 രൂപ വേണം. ഇപ്പം ആണെങ്കിൽ 1,02,000 രൂപയ്ക്ക് റോയൽ ക്ലബ് മെമ്പർ ആവാനായിട്ട് സാധിക്കും. ഇവിടെ റോയൽ ക്ലബ് മെമ്പേഴ്സിന് റെഫറൽ 20%, ഡെവലപ്മെന്റ് ബോണസ് 13% ആണ്. വീക്കിലി ക്യാപ്പിംഗ് വന്ന് 17 ലക്ഷം രൂപയാണ് വീക്കിലി ക്യാപ്പിംഗ്. എലൈറ്റ് ബോണസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബോണസ് റോയൽ ക്ലബ് മെമ്പേഴ്സിൽ മാത്രമേ ഉള്ളൂ. അത് ഫസ്റ്റ് ഇയർ 6,80,000 രൂപ ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം ബേസ്ഡ് ഓൺ PV ആണ്, അത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ റോയൽ ക്ലബ് മെമ്പറായിട്ട് കടന്നു വന്നു, നിങ്ങൾ അതേ റോയൽ ക്ലബ് മെമ്പറായിട്ട് ഒരാളെ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് കമ്പനി അതിന്റെ റെഫറൽ ഇൻകം 20% PVയുടെ 20% 14,000 രൂപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾ അഗൈൻ B എന്ന വ്യക്തിയെയും റോയൽ ക്ലബ് മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾക്ക് അഗൈൻ 14,000 രൂപ കമ്പനിയിൽ നിന്ന് റെഫറൽ ബോണസ് ലഭിക്കും. ലെഫ്റ്റും റൈറ്റും ബിസിനസ് വന്നുകൊണ്ട് കമ്പനി എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാച്ചിങ് ബോണസും തരും. അത് 9,100 രൂപ ഉണ്ടാവും. ഇതെല്ലാം ഏകദേശമാണ്, ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ടോട്ടൽ 37,000 രൂപ നിങ്ങൾക്ക് ആ മാസത്തെ ഇൻകം വന്നിട്ടുണ്ടാവും. The first month you can earn almost 40,000 rupees, 37,000 rupees നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും മൈ ഡിയർ ഫ്രണ്ട്സ്. സോ അടുത്ത മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് മന്ത് ഇൻകം. അടുത്ത 2ാമത്തെ മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത അതേ പ്രവൃത്തി നിങ്ങളുടെ ആ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് 37,000 രൂപ വെച്ച് ലഭിക്കുകയും നിങ്ങൾക്ക് 18,200 രൂപ ലഭിക്കുകയും ചെയ്യും സെക്കൻഡ് മന്തിൽ. ഇനി 3ാമത്തെ മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് 36,400 രൂപ ലഭിക്കും. അവർക്ക് 18,200 ലഭിക്കും. അവർ കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് 37,000 രൂപ ലഭിക്കുകയും ചെയ്യും. ടോട്ടൽ നിങ്ങളുടെ 3 മാസത്തെ ഇൻകം മാത്രം 91,600 ഉണ്ടാവും. അതായത് 3 മാസം കൊണ്ട് 1 ലക്ഷം രൂപ നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? 1,02,000. അത് ഓൾമോസ്റ്റ് 3 മാസം കൊണ്ട് തിരിച്ച് കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ ഇനി അങ്ങോട്ട് ഇത് 12 മാസം തുടർച്ചയായി നമ്മൾ ഇറങ്ങി തിരിച്ച് ഇതിനു വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ 12ാമത്തെ മാസം നിങ്ങൾക്ക് കിട്ടുക 1,86,00,000 ചില്ലറ രൂപയായിരിക്കും. ടോട്ടൽ നിങ്ങളുടെ എർണിങ്സ് എന്ന് പറഞ്ഞാൽ 3,72,00,000, 3,72,60,700 രൂപയായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഇൻകം 12ാമത്തെ മാസം. ഫ്രണ്ട്സ്, ഇത് കാൽക്കുലേഷൻ ആണ്, ഇത് ചെയ്താൽ കിട്ടുന്നത് മാത്രമാണ്. നിങ്ങൾ ഇതിനകത്ത് നാളെ 1,02,000 കൊടുത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾ പിന്നെ എന്താ പറയുക 12 മാസം കഴിയുമ്പോൾ ഈ പൈസ വരില്ല ഒരിക്കലും. ഇത് ഈ കൃത്യമായിട്ട് ഈ സിസ്റ്റം ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഒരു വർഷത്തിൽ ഒരു 1.5 കോടി 2 കോടിയിലോ പോട്ടെ 1 കോടി രൂപ സമ്പാദിക്കണമെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സിലോ മറ്റേത് ബിസിനസ്സിലോ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യണം, ആ ഒരു കോൺഫിഡൻസോടെ, ആ ഒരു കമ്മിറ്റ്മെന്റോടെ, ആ ഒരു ഡ്രീമോടും കൂടി നമ്മൾ ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ ഒരു എർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് ഇവിടെ നമ്മുടെ ഒരു കരിയർ ബിൽഡിംഗ് ഇൻകം അല്ലെങ്കിൽ ഒരു പോസ്റ്റിംഗ്സ് എന്ന് പറയാം. ഇവിടെ നമുക്ക് 8ഓളം റാങ്കുകളുണ്ട്. അതിൽ ഫസ്റ്റ് റാങ്കാണ് എമറാൾഡ്, അത് കഴിഞ്ഞുള്ള റാങ്കാണ് സഫയർ, 3ാമത്തെ റാങ്കാണ് ഡയമണ്ട് റാങ്ക്. ഈ 3ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്ത ധാരാളം ആളുകൾ ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. അവർക്ക് 1% ക്വാർട്ടർലി കൺട്രി ടേൺ ഓവർ ലഭിക്കും. കൺട്രി ടേൺ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന സെയിലിന്റെ ഒരു പെർസെൻറ്റേജ് എടുത്ത് എത്ര പേർ ഡയമണ്ട്സ് ആക്റ്റീവ് ഉണ്ട് അത്രയും പേർക്ക് അത് അവരുടെ പെർഫോമൻസിന്റെ മേലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും 1%. ഇത് 3 മാസത്തിലൊരിക്കൽ ലഭിക്കും. അടുത്തത് ടൂർ ഫണ്ട് 85,000 രൂപ വരെ 1 സ്റ്റാർ അടുത്ത റാങ്കുകാർക്ക് ലഭിക്കും. അതിനടുത്ത റാങ്കുകാർക്ക് 8.5 ലക്ഷം രൂപ കാർ ഫണ്ട് എല്ലാ വർഷവും ലഭിക്കും. ഇത്
വാങ്ങുന്ന ആളാണ് ഞാൻ. ഈ കാർ ഫണ്ടും ഈ ടൂർ ഫണ്ടും ഈ ഡയമണ്ട് ബോണസും ഈ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ 3 സ്റ്റാർ ഡയറക്ടർ പൊസിഷനിലാണുള്ളത്. അടുത്തത് 5 സ്റ്റാർ ഡയറക്ടറാണ്. 21,25,000 രൂപ എല്ലാ വർഷവും ഈ റാങ്കുകളുടെ ഈ അവാർഡിന്റെ ഒപ്പം ഇതും കിട്ടുന്നതാണ്. 5 സ്റ്റാർ ഡയറക്ടർ എന്ന പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ അതിനടുത്തത് 7 സ്റ്റാർ ഡയറക്ടറുള്ള 42.5 ലക്ഷം വില്ല ഫണ്ടാണ്. ഇത് വാങ്ങുന്ന ഒരാളും ഇന്ന് ഇന്ത്യയിലുണ്ട്, നമ്മുടെ എല്ലാം പ്ലെയിൻ ജാവേദ് ഖാദിർ സർ. സോ അതേപോലെ ഫൈനൽ റാങ്ക് ആണ് ഫീനിക്സ് അംബാസിഡർ. ഇത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലോബൽ ഡിവിഡൻഡ് 0.5% ലഭിക്കും. ഇത് വാങ്ങുന്ന ഒരാളും ഇന്ന് ഇന്ത്യയിലില്ല. നിങ്ങൾക്കാകാം, എനിക്കാകാം, ആർക്ക് വേണേലും പെർഫോം ചെയ്യുന്ന ആർക്ക് വേണേലും ഈ റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ ഇയർലി ഇത്രയും ഒരു 73,10,000 രൂപയാണ് ഈ റാങ്ക് റിവാർഡ് മാത്രം കമ്പനി ഒരു വർഷം നൽകുന്നത്. സോ അത് മേടിക്കാൻ അതിലേക്കുള്ള ഒരു 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 എന്താ പറയുക യാത്രയിലേക്ക് നിങ്ങളെ ഞാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇപ്പൊ റോയൽ ക്ലബ് മെമ്പേഴ്സായിട്ട് നിങ്ങൾ കടന്നു വരിക. ബില്ലേനിയർ മൈൻഡ് സെറ്റോടുകൂടി ബില്ലേനിയർ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങളും ചേഞ്ച് ആകുക എന്ന് അപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗം ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആളുമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക. ഇതിന്റെ ഓർഡർ ഫോമും ആപ്ലിക്കേഷൻ ഫോമുമാണ് നിങ്ങൾക്ക് ഈ പേജിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് 170 രൂപ മുതൽ 6,800 രൂപ വരെയുള്ള പ്രൊഡക്റ്റ് മേടിച്ച് നോർമൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കണോ, ഇല്ലെങ്കിൽ 1,02,000 രൂപയുടെ റോയൽ ക്ലബ് മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. സോ അതൊക്കെ ചോയ്സസ് യുവേഴ്സ് ആണ്. ഇനി അല്ല വെൽനസ് സെന്റർ എടുത്ത് ട്രഡീഷണൽ രീതിയിൽ ചെയ്യണോ, അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ആരും നിങ്ങളെ ഇതാക്കത്തില്ല. സോ ഇവിടെ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻറ്റയർ ഫോഹോവേ ടീം, ഇൻഡിവിജ്വൽ ടീംസ്, ലീഡേഴ്സ് എല്ലാവരും വളരെ പവർഫുൾ ആയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം വളരാം, ഒപ്പം വിജയിക്കാം. അപ്പം അവസരങ്ങൾ നമുക്ക് എന്നും വരില്ല. കിട്ടുന്ന അവസരം നമ്മൾ കൃത്യമായി വിനിയോഗിക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ കൃത്യമായ സത്യമാണ്. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക. കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിക്കുക. താങ്ക് യു സോ മച്ച്. ഇന്ന് എന്നെ കേട്ടതിനും ഇത്രയും നേരം എൻ്റെ സെഷൻ കേട്ട് ഇരുന്നതിനും നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ് ഇന്നത്തെ ദിവസം ഇത് കേൾക്കാൻ സാധിച്ചതിന്. സോ എൻ്റെ സെഷൻ അവസാനിപ്പിക്കുന്നു. ഞാൻ മൈക്ക് സണ്ണി സാറിന് അൻഡർ പറയുന്നു. താങ്ക് യു സണ്ണി സാർ. താങ്ക് യു ജോഷി സാർ. അപ്പം നിങ്ങൾ എല്ലാവരും ശ്രമിച്ചു. വളരെ മനോഹരമായ ഒരു കമ്പനി, വളരെ മനോഹരമായ പ്രൊഡക്റ്റുകൾ, വളരെ മനോഹരമായ ഒരു ബിസിനസ് പ്ലാൻ, അത് വളരെ മനോഹരമായിട്ട് നമുക്ക് വേണ്ടി അവതരിപ്പിച്ച ജോഷി സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ സെഷനിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ ലീഡേഴ്സിനും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ മീറ്റിംഗ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് കാരണമാകട്ടെ, അല്ലെങ്കിൽ തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി പുതിയതായിട്ട് ഈ അവസരം കേട്ടവര് അവരുടെ ലീഡേഴ്സുമായിട്ട് എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാനും ശ്രമിക്കുക. നല്ലൊരു അവസരമാണ് എന്ന് നിങ്ങൾക്കിത് ബോധ്യമാകുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ തുടക്കം ഇന്ന് തന്നെ ആവട്ടെ. അത് ശരിക്കും ഫോഹോവേ ഫാമിലി എന്ന ഈ വലിയ കുടുംബത്തോടൊപ്പം വിജയത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ച് മുന്നേറാൻ സഹായകരമാകും. ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ അവസരം കൂടുതൽ മനോഹരമാക്കാൻ എത്തിയ എല്ലാ ലീഡേഴ്സ്, പ്രത്യേകിച്ചും കർണാടകയിൽ നിന്നുള്ള ലീഡേഴ്സ് ഉണ്ട്, 1 സ്റ്റാർ ഡയറക്ടേഴ്സ് ഉണ്ട്, കേരളത്തിൽ നിന്നുള്ള ഡയമണ്ട് ലീഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എമറാൾഡ് ലീഡേഴ്സ്, സാഫയർ ലീഡേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ BOP സമാപിക്കുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.